സ്വന്തം വാഹനത്തിൽ ഒരു ഫോറസ്റ്റ് സഫാരി പോയാലോ? നല്ല ആശയമല്ലേ? പക്ഷേ വനംവകുപ്പിൻ്റെ മുൻകൂർ അനുവാദം വേണം. ഒരു ദിവസം 50 വാഹനങ്ങളിൽ കൂടുതൽ ഈ സഫാരിക്ക് അനുവദിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ കൊടൈക്കനാലിലുള്ള ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലെ ക്യൂവിലെത്തി 10 മണിക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തുന്ന രീതിയിൽ പാസ് സംഘടിപ്പിച്ചു. വെറുതെ കിട്ടില്ല, 200 രൂപ അടയ്ക്കണം. 9:40 ഞാൻ എത്തിയെങ്കിലും ചെക്ക് പോസ്റ്റിലെ രജിസ്റ്ററിൽ എഴുതി തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് എന്നെ കടത്തിവിട്ടു. ഫോറസ്റ്റ് സഫാരിയിൽ നമ്മൾ നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന പാസിലും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു കാലത്ത് പ്രശസ്തമായിരുന്ന സ്റ്റേറ്റ് ഹൈവേ 18 കൊടൈക്കനാലിൻ്റെ ഹൃദയഭാഗത്ത് തുടങ്ങി ഗോൾഫ് ക്ലബ്ബ് വഴി മോയർ പോയിൻ്റ് കടന്ന് ഇടത്തേക്ക് 81 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ദൂരം. ഗ്യാപ്പ് റോഡ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നതെങ്കിലും ഈ റോഡിൻ്റെ അവസാന ഭാഗം നമ്മുടെ കേരളത്തിലെ മൂന്നാറിലെത്തുമ്പോൾ എസ്കേപ്പ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് വനം വകുപ്പും കേരള PWD വകുപ്പും തമ്മിൽ റോഡ് പരിപാലനത്തിലുണ്ടായ തർക്കം മൂലം 1990 മുതൽ ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും കൊടൈക്കനാലിൽ നിന്നും 24 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിക്കാൻ വനം വകുപ്പിൻ്റെ അനുവാദം ലഭിക്കും. വൈകുന്നേരം 4 മണിക്ക് മുൻപായി നമ്മൾ തിരികെ എത്തണം. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരാതെ യാത്ര ചെയ്യണം എന്ന് മാത്രം. ഒരു പരിചയമില്ലാത്ത ഒരു ഡ്രൈവർ ചേട്ടൻ വണ്ടി ഒതുക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നു. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേക സൗഹൃദ മനസ്ഥിതിയുള്ളവരാണ്. ഇതാണ് സൈലൻ്റ് വാലി എന്നറിയപ്പെടുന്ന ഗ്യാപ്പ് റോഡിലെ ആദ്യത്തെ വ്യൂ പോയിൻ്റ്. ഒരു 100 മീറ്റർ ദൂരം നടക്കേണ്ടി വരും. സഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാനുള്ള ഒരു വാച്ച് ടവർ ഉണ്ടല്ലോ ഇവിടെ. അടുത്തു നിൽക്കുന്ന ആളെ കാണാൻ സാധിക്കാത്ത വിധം കനത്ത മൂടൽമഞ്ഞ്. താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കാഴ്ച മനോഹരമാണ്. കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ മൂടൽമഞ്ഞ് മാറി അല്പം വെയിൽ വന്നു. താഴ്വര മുഴുവൻ കാണാൻ സാധിക്കില്ല എങ്കിലും മലനിരകളുടെ ഭംഗി വേറിട്ട ഒരു അനുഭവമായി. മൂടൽമഞ്ഞില്ലാത്ത സൈലൻ്റ് വാലിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഇതാണ് ബെരിജാം ലേക്ക് വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട് ബെരിജാം ലേക്കിലേക്ക്. വിദൂരതയിൽ കാണുന്നത് ബെരിജാം ലേക്കാണ്. അതിനും പിന്നിലുള്ള മലനിരകളാണ് മൂന്നാർ വട്ടവട മലനിരകൾ. Berijam Lake. அந்த மலை இருக்குல்ல ஹில் பார்டர். அதான் மூணார் பார்டர். கடவாரி, சரி. വട്ടവട. പ്രധാന കാഴ്ച സ്ഥലങ്ങളല്ലാതെ വനത്തിനുള്ളിൽ ഒരിടത്തും വാഹനം നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന നിരവധി ബോർഡുകൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. എവിടെ ഇറങ്ങിയാലും സൂക്ഷിച്ച് വാഹനത്തിൻ്റെ വാതിൽ തുറക്കുക. നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള ചെറിയ ഗ്യാപ്പിലൂടെ കുരങ്ങന്മാർ വാഹനത്തിനുള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. കുരങ്ങന്മാരുടെ ഗുണ്ടായിസം കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇത് ക്യാപ്സ് വാലി, തമിഴിൽ തൊപ്പിതൂക്കിപ്പാറ എന്ന് പറയും. 1000 മീറ്ററോളം ഉയരമുള്ള ചെങ്കുത്തായ 2 പാറമലകളുടെ ഇടയിലൂടെ അതിശക്തമായ കാറ്റാണ് അടിക്കുന്നത്. 12 അടിയോളം ഉയരത്തിലുള്ള കമ്പിവേലി കെട്ടി അപകട സാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള തൊപ്പി താഴേക്ക് എറിഞ്ഞാൽ കാറ്റിൻ്റെ ശക്തിയാൽ അത് തിരികെ വരും എന്നുള്ളതിനാലാണ് ഈ വിളിപ്പേര് വന്നത്. ഇവിടെയും നിരാശപ്പെടേണ്ടി വന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം താഴെയുള്ള കാഴ്ചകൾ ഒന്നും കാണാൻ സാധിച്ചില്ല.
മതികെട്ടാൻ ചോല. മതികെട്ടാൻ എന്നാൽ ബോധം നഷ്ടപ്പെട്ടവൻ. കാട്ടിനുള്ളിൽ പ്രവേശിച്ച ശേഷം വന്ന വഴിയെയും പോകേണ്ട വഴിയെയും പറ്റി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വന്യജൈവ വൈവിധ്യങ്ങൾ ഉള്ളതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇതൊരു നിരോധിത സംരക്ഷിത വനമേഖലയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏകദേശം 12.5 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദേശീയോദ്യാനം. നവംബർ 1 മുതൽ പരിസ്ഥിതിലോല പ്രദേശത്തിൻ്റെ പട്ടികയിൽ വരുന്ന സ്ഥലം. ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞണ്ടാർ എന്നീ 3 പുഴകൾ ഇവിടെ നിന്ന് ഉത്ഭവിച്ച് പിന്നീട് പന്നിയാറിൽ ചേരുന്നു. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ ചരിത്ര പ്രധാനമായ റോഡായിരുന്നു ഇത്. 2516 മീറ്റർ ഉയരമുള്ള ഐബെക്സ് ക്ലിഫും 2533 മീറ്റർ ഉയരമുള്ള വണ്ടാരവ് കൊടുമുടിയും താണ്ടി 17 ഹെയർപിൻ വളവുകൾ കടന്നാൽ ടോപ്പ് സ്റ്റേഷൻ വഴി മൂന്നാറിൽ എത്തിച്ചേരുന്ന വഴിയായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും കൊടൈക്കനാലിലേക്ക് കാൽനടയായി ആരംഭിച്ച പാതയാണിത്. നമ്മളിപ്പോൾ ബെരിജാം തടാകത്തിൻ്റെ കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് മൂന്നാർ റോഡ്. ഇവിടെ നിന്നും 40 കിലോമീറ്റർ. നമ്മൾ വന്ന വഴി 21 കിലോമീറ്റർ കൊടൈക്കനാലിൽ നിന്നും. ശരിക്കും 61 കിലോമീറ്റർ ദൂരം മൂന്നാർ കൊടൈക്കനാൽ. തമിഴ്നാട്ടിലെ വനദൈവങ്ങളും കേരളത്തിലെ റോഡ് ദൈവങ്ങളും കനിഞ്ഞിരുന്നുവെങ്കിൽ എത്ര മനോഹരമായ യാത്രകൾ നടത്താമായിരുന്നു. ഇവിടെ വരെ മാത്രമേ തമിഴ്നാട്ടിൽ കൊടൈക്കനാലിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. അതും ബെരിജാം തടാകം സന്ദർശിക്കാൻ. 9 കിലോമീറ്റർ വടക്ക് ദിശയിൽ സഞ്ചരിച്ചാൽ കൗഞ്ചി എന്ന ഗ്രാമത്തിലെത്താം. ഗ്രാമവാസികൾക്ക് മാത്രമേ അതുവഴി യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. 1864 കേണൽ ഡഗ്ലസ് ഹാമിൽട്ടൺ മദ്രാസ് നേറ്റീവ് ഇൻഫൻട്രിയുടെ 21ാം റെജിമെൻ്റ് തലവൻ ബെരിജാം തടാകം ആദ്യം സന്ദർശിച്ച ആൾ എന്ന് പറയപ്പെടുന്നു. വലതുവശത്തെ ചെറിയ കുന്നിൻ മുകളിൽ 100 വർഷം പഴക്കമുള്ള 2 നില കെട്ടിടമുണ്ട്. ഇന്ന് വനംവകുപ്പിൻ്റെ അതിഥി മന്ദിരമായി പ്രവർത്തിക്കുന്നു. ആയിരത്തി 1925 ടോപ്പ് സ്റ്റേഷനിലേക്ക് തുറന്ന സ്റ്റേറ്റ് ഹൈവേ 18 11 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തിയിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ അന്നത്തെ മദ്രാസിൽ ബോംബാക്രമണം നടത്തി. ഇതിൽ ഭയന്ന് അവിടെയുള്ള വിദേശികൾ കൊടൈക്കനാൽ കുന്നുകളിലേക്ക് അഭയം തേടി. കൂടുതൽ യുദ്ധസാധ്യത ഉണ്ടായാൽ എസ്കേപ്പ് റോഡ് വഴി മൂന്നാറിലെത്തി അവിടെ നിന്നും കൊച്ചി വഴി കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യം. 1950കളിൽ വാഹനപ്രേമികളുടെ സംഘം ഇവിടെ റാലി നടത്തിയിരുന്നതായി പറയുന്നു. ഹൊറാൾഡ്, ഡോൾഫിൻ, ഫിയറ്റ് എന്നീ ചെറുവാഹനങ്ങൾ ഇന്നത്തെ കാലത്ത് കേട്ടുകേൾവി മാത്രമുള്ളത്. മുന്നിൽ എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം മൂടൽമഞ്ഞുള്ള ഈ വഴികളിലെ യാത്ര തികച്ചും സാഹസികത നിറഞ്ഞത് എന്ന് പറയാം, അന്നും ഇന്നും. ഇവിടെ സ്ഥാപിച്ച സൈനിക ഔട്ട്പോസ്റ്റ് ഫോർട്ട് ഹാമിൽട്ടൺ എന്ന് അറിയപ്പെട്ടുവെങ്കിലും ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ മാത്രമാണുള്ളത്. ഇവിടെ യാതൊരുവിധ ഫോർട്ടും ഇല്ല. ഈ വഴി മുൻപോട്ട് പോകുന്നത് കൗഞ്ചി എന്ന ഗ്രാമത്തിലേക്കാണ്. ഗ്രാമവാസികൾക്ക് മാത്രമേ ഇതിനപ്പുറത്തേക്ക് പ്രവേശനമുള്ളൂ. 1867 മധുര കളക്ടറായിരുന്ന സർ വേരെ ഹെൻറി ലിവിങ് സ്വന്തം റിട്ടയർമെൻറ്റ് പണം ഉപയോഗിച്ച് ബെരിജാം അണക്കെട്ട് നിർമ്മിച്ചു. തുടർന്ന് ഇവിടെ നിന്നും വെള്ളം പെരിയകുളത്തേക്ക് കുടിവെള്ളത്തിനായി പൈപ്പ് ലൈനും സ്ഥാപിച്ചു. മുൻപ് ബെരിജാം തടാകത്തിൽ സഞ്ചാരികൾക്കായി ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. കൂടാതെ പക്ഷി നിരീക്ഷകരുടെ കേന്ദ്രം കൂടിയായിരുന്നു.
1906 ഈ തടാകത്തെപ്പറ്റിയുള്ള യഥാർത്ഥ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അതനുസരിച്ച് ഈ തടാകത്തിൻ്റെ നീളം 8 കിലോമീറ്ററും വീതി 1210 മീറ്ററും താഴ്ച 21 മീറ്ററുമാണ്. തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നതിനും നീന്തുന്നതിനും വനം വകുപ്പിൻ്റെ കർശന നിയന്ത്രണമുണ്ട്. എല്ലാ തടാകങ്ങളുടെയും ആഴം കുറയാൻ കാരണം ആമ്പൽ ചെടിയും അതിനോട് ചേർന്ന് വളരുന്ന പുൽച്ചെടിയുമാണ്. ഇവിടെ ദിവസവേതനക്കാരെ വെച്ച് ആമ്പലും പുൽച്ചെടികളും പറിച്ചു മാറ്റുന്നത് കാണാം. ബെരിജാം ലേക്കിൽ നിന്നുള്ള തിരിച്ചു പോക്കാണ്. സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എവിടെ ഇറങ്ങണം, എന്ത് കാണണമെന്ന് ഒരു നിശ്ചയമില്ലാത്തതുകൊണ്ട് കമ്പിവേലയുടെ മുകളിൽ കൂടെയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങി കായലിൻ്റെ ലേക്കിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഫോട്ടോ സെഷനൊക്കെ നടന്നത്. ഫോറസ്റ്റുകാർ കണ്ടാൽ പണി കൊടുക്കുമായിരിക്കും, അറിഞ്ഞൂടാ. ഇത് ബെരിജാം തടാകത്തിനടുത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രമാണ്. ഞാൻ വന്ന സമയത്ത് പൂജാരിയും കുറച്ച് സഞ്ചാരികളായ ഭക്തജനങ്ങളെയും ഇവിടെ കണ്ടിരുന്നു. സ്റ്റേറ്റ് ഹൈവേ 18 എസ്കേപ്പ് റോഡിൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദനീയമായ അവസാന ചെക്ക് പോസ്റ്റാണിത്. ഇതിനപ്പുറം വനം വകുപ്പ് ജീവനക്കാരുടെ താമസ സ്ഥലമാണ്. ബെരിജാം തടാകം കഴിഞ്ഞ് മൂന്നാറിലേക്കുള്ള ഈ പഴയ സ്റ്റേറ്റ് ഹൈവേ 18 ഇപ്പോൾ ധാരാളം മരങ്ങൾ വളർന്നു നിൽക്കുന്ന വനം എന്ന് പറയാവുന്ന വിധത്തിലാണ് ഉള്ളത്. എന്നാലും വനം വകുപ്പിൻ്റെ ഗൈഡിൻ്റെ സഹായത്തോടെയുള്ള ട്രക്കിംഗ് സംഘങ്ങൾ ഇവിടെ നിന്നും വെള്ളഗവി, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബെരിജാം ലേക്കിലെ സന്ദർശകർക്കുള്ള വ്യൂ പോയിന്റ് ഇപ്പോൾ നിരോധിത മേഖലയാണ്. തിരികെ പോകാനുള്ള സമയമായി. കാലാവസ്ഥ മാറി. കനത്ത മൂടൽമഞ്ഞ്. വഴി കാണാൻ ബുദ്ധിമുട്ടാണ്. സാവധാനം പോവുക, വേറെ വഴിയില്ല. ആനയും കാട്ടുപോത്തും പുള്ളിപ്പുലികളും ഉള്ള കാട് എന്നാണ് പറഞ്ഞത്. മഴയാണോ മഞ്ഞാണോ കാരണം എന്നറിയില്ല. ആകെ കണ്ടത് ഈ 2 സിംഹവാലൻ കുരങ്ങുകളെ മാത്രം. നമ്മൾ പുറപ്പെട്ട ചെക്ക് പോസ്റ്റിൽ തിരികെ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ മൂടൽമഞ്ഞ്. മോയർ പോയിന്റ്, ഏറ്റവും തിരക്കുള്ള സ്ഥലം. കൊടൈക്കനാലിലെത്തുന്ന സഞ്ചാരികളുടെ സാധാരണ കാഴ്ചകൾ തുടങ്ങുന്ന സ്ഥലം.
ഇത്രയും ദൂരം യാത്ര ചെയ്തതിൽ ഇരുചക്ര വാഹനങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. മറ്റൊന്നുമല്ല, ഇരുചക്ര വാഹനങ്ങൾ അനുവദനീയമല്ല, അതുകൊണ്ടാണ്. കൊടൈക്കനാൽ ഫോറസ്റ്റ് സഫാരി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൊടൈക്കനാലിനെ കൂടുതൽ അറിയാൻ ഗ്രാമങ്ങളിലൂടെ മറ്റൊരു വീഡിയോ ഉടനെ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി.